കുടുംബ പ്രേക്ഷകരുടെ അടക്കം ഇഷ്ട നടനായിരുന്ന ദിലീപ് കേസിൽ പ്രതിചേർക്കപ്പെട്ടതോടെ കരിയറിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. കേസിൽ അറസ്റ്റിലായ ദിലീപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് രാമലീല റിലീസായത്. 14 കോടി രൂപ ബജറ്റിൽ ഇറങ്ങിയ ചിത്രം 55 കോടി രൂപ നേടി മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ മലയാളികൾ തിരസ്കരിച്ച ദിലീപ് എന്ന നടനെ പിന്നീട് കാത്തിരുന്നത് തിരിച്ചടികളുടെ വർഷങ്ങളാണ്. കമ്മാര സംഭവം, കോടതി സമക്ഷം ബാലം വക്കീൽ, ശുഭരാത്രി, ജാക്ക് ആൻഡ് ഡാനിയൽ, മൈസാൻഡ, കേശവ് ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ ചിത്രങ്ങൾ വൻ പരാജയമാണ് നേരിട്ടത്. 2022 തട്ടാശ്ശേരി കൂട്ടം എന്ന സിനിമ നിർമ്മിച്ചെങ്കിലും അതും പരാജയപ്പെട്ടു. 2023 പുറത്തിറങ്ങിയ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയാണ് മറ്റു ചിത്രങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഭേദപ്പെട്ട കളക്ഷൻ നേടിയത്. പിന്നാലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ബാന്ദ്ര, പവീതി കെയർടേക്കർ, പ്രിൻസ് ആൻഡ് ഫാമിലി എന്നിവ ബോക്സ് ഓഫീസിൽ തകർന്നു. ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഭാഭാബ ആണ് ഇനി പുറത്തിറങ്ങാൻ പോകുന്ന ദിലീപ് ചിത്രം. ഡിസംബർ 18 ക്രിസ്മസ് റിലീസായി എത്തുന്ന ചിത്രം 2 വർഷത്തോളം സമയമെടുത്താണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും ജനങ്ങളുടെ മനസാക്ഷി എന്ത് വിധിയാണ് ദിലീപിന് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഈ പുതിയ സിനിമയിലൂടെ അറിയാം.